ഒന്ന് മീന് വാങ്ങാമെന്ന് കരുതി ഇന്ന് പോയത് നേരെ പൂന്തുറ കടപ്പുറത്തോട്ട്. ആദ്യമായിട്ടാണ് പൂന്തുറ കടപ്പുറം കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൂടുതലും കരമടിക്ക് കിട്ടുന്ന മീനുകളാണ്. ഒരു വലിയ വല കടലിലോട്ട് എറിഞ്ഞ് രണ്ട് സൈഡ് ആള് നിന്ന് കരയിലോട്ട് വലിച്ചു കയറ്റുമ്പോൾ കിട്ടുന്ന മീനാണ് ഈ കരമടി മീന്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മീനുകളെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങാനും സാധിക്കും. വിഴിഞ്ഞത്തെ പോലെ ഒരുപാട് ലേലമില്ലെങ്കിലും അത്യാവശ്യം നല്ല മീനുകളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പൂന്തറ ചന്ത വന്നു. പൂന്തറ ചന്തയുടെ ഭംഗി നോക്കി, അടിപൊളിയാണ്. സുത്തുവാടാ, കണ്ടിട്ട് വരാം. വാ. ഞങ്ങൾ വന്ന സമയത്ത് ഉണ്ടായിരുന്ന മീനുകൾ ഇതൊക്കെയാണ്. കമ്പവല വലിക്കുന്നതിനാൽ എല്ലാ മീനും അതിൽ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന മീനുകൾ കൂടുതലും വാളയും അയലയും ചാളയും ഒക്കെ ആയിരുന്നു. അതന്നെ, സൂപ്പർ. ഇവനാണ് അതിന്റെ ആള്. ഇവൻ മീനൊന്നും തിന്നില്ല. ഇവൻ ഏത് സാധനം കണ്ടേ വരുള്ളൂ. ഇവൻ എങ്ങനെ വേണേ എടുക്കുക. ഞണ്ടിനെ കണ്ടതും പിന്നെ ഇവന് വേറൊരു മീനും വേണ്ടെന്നായി. അവന്റെ ഇഷ്ടവിഭവമാണ് ഞണ്ട്. പിന്നെ അവൻ സ്വയം ഒരു കവറിനകത്ത് ഞണ്ടുകൾ വാരിയിടാൻ തുടങ്ങി. വേറെ ആരെയും അതിൽ കൈകടത്താൻ സമ്മതിച്ചില്ല. ജീപ്പേ എല്ലാം കൂടെ മിക്സ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, പൂന്തുറ കടപ്പുറത്തെത്തി കേട്ടോ. സംഭവം അടിപൊളി സെറ്റ് കടപ്പുറം. നമ്മളിതുവരെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ഇവിടുത്തെ മീനിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അറിയത്തില്ല. നല്ല ലാഭത്തിന് മീൻ വാങ്ങിക്കാം. അതും പറ്റിക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യം. അടിപൊളി മീനായിരുന്നു. ഈ കാണുന്ന വലിയ തിരണ്ടി പോലും ആ വലയിൽ കുടുങ്ങി എത്തിയതാണ്. ഇത് ഏകദേശം 10 കിലോയിൽ കൂടുതൽ വരുമെന്നാണ് ഇവർ പറഞ്ഞത്. ഈ പിടിക്കുന്ന മീനുകളെല്ലാം അവിടെ ഇട്ട് തന്നെ ലേലം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും ലേലം വിളിച്ചെടുക്കാവുന്നതാണ്. ഇനി ലേലത്തിൽ അല്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള മീൻ ഇവർ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മള് 200 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചതാ. അടിപൊളി ഫ്രഷ് മീൻ കണ്ടോ, അടിപൊളി മീൻ, സൂപ്പർ മീൻ. ആ പൈസ ഞാൻ കൊടുത്തേ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതാ ഒരു ചവട് വീണ്ടും വാങ്ങിച്ച്. അപ്പൊ നമ്മള് അല്ല, ഇത് ചെലവാകും പെട്ടെന്ന്. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്ന നോക്കണം. പൈസ കിട്ടും, പെട്ടെന്ന് കിട്ടും. മതി. ഞാൻ 2 പേരേ ഉള്ളൂ. വരും. നാളെ വരണം എന്നാണ് നമ്മൾ ഉറപ്പായിട്ട് വരും. സത്യം പറഞ്ഞാൽ അവർക്ക് മീൻ നമുക്ക് തന്നിട്ടും മതിയാവുന്നില്ല. വീണ്ടും എടുത്തു തന്നു കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. അതുകൊണ്ട് ആ കവറിനകത്തും ഉണ്ട്. അങ്ങനെ നമ്മളിതാ മീനും കൊണ്ട് ഇനി തിരക്കണം. എല്ലാം കരമണി മീനുകളാണ് നോക്കി. ഫ്രഷ് അയലേക്ക് നല്ല കാല് കണക്കിരിക്കുന്നു. അടിപൊളി വാള കേട്ടോ. നല്ല റെയിൽ പാളം പോലെ ഇങ്ങനെ കിടക്കാം കേട്ടോ. നമ്മുടെ റെയിൽ പാളം പോലെയാണ് സംഭവം. ഇത് അടിപൊളി വാളയാണ്. ഇത് അവന് ഞണ്ടും കിട്ടി. അവന്റെ സാധനം അവന് ഞണ്ടാണ്, അതും കിട്ടിയിട്ടുണ്ട്. ചെറിയ വാവ ഞണ്ടാന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ചെറിയ എത്ര ഞണ്ടുണ്ട്? 150. 100. ആദ്യമേ മീൻ വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മീൻ വെട്ടാൻ വേണ്ടി ചെറിയൊരു പിച്ചാത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നമ്മൾ ആരം കൊണ്ട് റെഡിയാക്കി. ഇടയ്ക്കിടയ്ക്ക് മൂർച്ച പോകും, കാരണം ഇതിൻ്റെ മുള്ളിലൊക്കെ ഇട്ട് പിടിക്കുമ്പോൾ നമ്മളതിൽ പ്രൊഫഷണൽ പിച്ചാത്തി ഒന്നുമില്ല. ഇത് 20 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും. എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ വേറെ ടെക്നിക്കാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടെ കട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ.
എങ്കിലേ ആ ഒരു പരിപാടി വിജയിക്കും. ഈ സ്ക്രബ്ബർ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്ക്രബ്ബറാണ്. കാരണം ഇത് മീൻ വെട്ടാൻ വേണ്ടി മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ട്. അപ്പം വേറൊരു വീഡിയോ കണ്ടതാണ്. അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ അടച്ചങ്ങോട്ട് വയ്ക്കാം. നമ്മൾ ഉപകാരപ്രദമായി. അപ്പോൾ പിടിക്കാനൊരു സെറ്റപ്പായി കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വാളക്കുട്ടനെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ നേരെ അങ്ങോട്ട് കിടത്തണം. കിടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇതിൽ നിന്ന് ശകലം വെള്ളം മുക്കി എടുത്തിട്ട് ഇവനെ ഇങ്ങനെ ഉരയ്ക്കണം. കണ്ടോ, ഉരച്ച് നമുക്ക് കൈക്ക് പിടിക്കാനും ഒരു സുഖമുണ്ട്. തല കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് കേട്ടോ. സംഭവം വാളയാണെങ്കിലും ഇതിൻ്റെ തല ഞാൻ എടുക്കുകയല്ല. ഉണ്ട്, ബ്ലഡ് അരച്ചുകൊണ്ടിരിക്കും. എടുക്കുന്നുണ്ട്. എനിക്ക് വാളയുടെ തല എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷെ വാള ഇഷ്ടമാണെങ്കിലും വാളയുടെ തല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. വാള സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പുരട്ടി ഫ്രൈ ചെയ്യണം. പല സ്ഥലത്തും പല പേരുകളാണ് ഈ സാധനത്തിന് പറയുന്നത്. ഇവരിവിടെ തിരിയാവുന്ന എന്തൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ സെറ്റപ്പ് സാധനം എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അടിപൊളി പച്ച. ഇതിനെ ഇങ്ങോട്ട് നല്ല മസാലയൊക്കെ ചേർത്ത് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അധികം ഡ്രൈ ആക്കരുത്, ഡീപ്പ് ഫ്രൈ ആക്കരുത്. മീൻ കഴിക്കുമ്പോൾ സത്യം വെച്ചാൽ ഡീപ്പ് ഫ്രൈ മീനിൻ്റെ ഒരിക്കലും കഴിക്കരുത്. ഇതിപ്പോൾ ഇരിക്കുന്ന മീൻ തിന്നാനൊന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞണ്ട് ചെയ്ത് കൊടുക്കണം. അതിനാണ് ആശാൻ അങ്ങനെ വന്നിരിക്കുന്നത്. അല്ല മീൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേസിലല്ല. എൻ്റെ കൈ നാറോടാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കൈ കഴുകുന്നേക്കാൾ ഇവനെ ഇനി കുളിപ്പിച്ചെടുക്കണം. അതാണ് ഏറ്റവും. അവനാ പൂച്ചയ്ക്ക് മീനെ കൊടുക്കാൻ അതുകൊണ്ട് അവൻ കൊണ്ടുപോയി. ഇത്രയും നല്ല ഇതായിട്ട് തന്നെ സ്മെല്ല് പോലുമില്ല. അങ്ങനെ ഞങ്ങളുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞണ്ട് തീയലാണ് വെച്ചത്. അപ്പം ഒരുപാട് നാളായി ഞണ്ട് തീയലുണ്ടാക്കിയിട്ട്. പിന്നെ വാള ഫ്രൈ ചെയ്തതും. ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ നല്ലൊരു സീ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം എല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴത്തേന് ഒരുപാട് സമയം പോയി. വിശപ്പ് കയറി പണി ഇത്രയും ചെയ്തില്ല. അപ്പം ഓരോ സാധനങ്ങളും വാള ഫ്രൈ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഒരു ഞണ്ടിനെ ഇതിൽ നിന്ന് തൂക്കി ഇങ്ങോട്ട് വെക്കാം. അതുപോലെ തന്നെ നമുക്കൊരു വാളയുടെ ഒരു പീസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പൊരിച്ച് വന്നപ്പോഴേ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. വാള പീസും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചോറുണ്ണാം.